പ്ലെമേന, കൊച്ചമ്മ, കത്രീന ഈ പേരുകളൊന്നും തൃശൂരിന്റെ ചരിത്ര പുസ്തകത്തിൽ കാണില്ല. പലഹാരങ്ങൾ വിറ്റോണ്ട് നടന്ന ഈ അമ്മാമ്മമാരുടെ കൊട്ടയിലെ ഏറ്റവും ഹിറ്റായ ഐറ്റമാണ് ഇന്നീ വെള്ളയപ്പങ്ങാടി ഉണ്ടാവാൻ കാരണമായത്. ഈ അമ്മാമ്മമാരിൽ ഒരാളുടെ പേരക്കുട്ടിയായ കാതറിൻ ചേച്ചി പറയുന്ന കേട്ടാലോ. 12 കടയാ, ആദ്യം 3 കടയുണ്ടായിരുന്നുള്ളൂ. അതിൽ പകുതി ഞങ്ങള് മക്കളുടെ മക്കളൊക്കെയാണ് ചെയ്യണത്. ചിലര് മാത്രമേ പുറമെന്നുള്ളവരുള്ളൂ. ഇവിടെ പണിക്കൊക്കെ വന്ന് പഠിച്ച് അവരൊക്കെ ചെയ്യണ കടകളുള്ളൂ. ഈ വെള്ളപ്പങ്ങാടിക്കാരുടെ അധികം ആർക്കറിയാത്ത ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, വിദേശികള് ഡിമാൻഡ് ചെയ്തിരുന്നു. എന്റെ അമ്മാമ്മയൊക്കെ പറഞ്ഞേക്കണത് അതിലൊരു ഫുഡിന് സെൻട്രൽ ഹോട്ടലിലെ സായിപ്പിനും മാതാമയ്ക്കും വേണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് അവരുടെ പണിക്കാർ വരുമായിരുന്നു. സെൻട്രൽ ഹോട്ടല് തൃശ്ശൂര്. അവരുടെ പ്രത്യേകത, അവർക്ക് ബുൾസൈ വേണം. അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് ചട്ടിയിൽ ഒഴിക്കുന്നത് എല്ലാവർക്കും ആവശ്യം. നമ്മുടെ അപ്പത്തിന്റെ മാവ് വീത്തണം, അതിന്റെ നടുക്ക് വേണം ഉണ്ണി പൊട്ടാണ്ട് ഒഴിക്കാൻ. എന്നിട്ട് അത് പൊട്ടാൻ പാടില്ല. എന്നിട്ട് അതിനുള്ള പാത്രങ്ങൾ അടക്കണം അവര് വരാം. അന്ന് കുതിരവണ്ടി അടക്കണ്ട്. അവരുടെ പണിക്കാർ വന്നിട്ട് അങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇന്നും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ മെയിൻ ഗസ്റ്റിനൊക്കെ അതാ കൊടുക്കാം. പണ്ടിത് അഞ്ചേരി കാക്കു എന്ന് പറഞ്ഞ ഒരാളുടെ വാടക മുറികളായിരുന്നു. 41.5 മുറി എന്നാണ് ഇതിന് പറയാ. വാടക മുറികൾ ഒഴിയാൻ കാക്കു ആവശ്യപ്പെട്ടപ്പോ എല്ലാരും കൂടി മജിസ്ട്രേറ്റിനെ പോയി കണ്ടു. കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് വാങ്ങിക്കാമെന്ന് തീർപ്പാക്കി. അങ്ങനെ പറ്റാവുന്നവരൊക്കെ അത് സ്വന്താക്കി. അതിൽ ആ 3 കുടുംബം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നൂറ്റാണ്ടിനൊക്കെ ശേഷവും ഈ വെള്ളയപ്പങ്ങാടി അങ്ങനെ തന്നെ നിൽക്കാണ്. ഞങ്ങള് തൃശ്ശൂർക്കാർക്ക് എന്ത് വിശേഷം വന്നാലും രാവിലെ ഈ വെള്ളയപ്പവും ഇഷ്ടവും മസ്റ്റാണ്.